ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയുടെ 9 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 10-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിസ്കാരത്തിന്, അതായത് വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തരായിക്കൊണ്ട് ആ നിസ്കാരത്തിലേക്ക് നിങ്ങൾ പോകുവീൻ. നിങ്ങളുടെ കച്ചവടം പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യുക. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമം എന്നുള്ളത് അള്ളാഹു കഴിഞ്ഞ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ശേഷം ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഫഇദാ ഖുദിയത്തി സ്വലാത്തു. ഖളാ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു എന്നാണ് അർത്ഥം. അതിന് പല അർത്ഥങ്ങളുണ്ട്. തീരുമാനമെടുത്തു, അല്ലെങ്കിൽ വിധി കൽപ്പിച്ചു, തീർപ്പ് കൽപ്പിച്ചു എന്നൊക്കെയുണ്ട്. ഖാലി നമ്മൾ പറയാറില്ലേ, മഹല്ല് ഖാലി എന്നൊക്കെ പറയില്ലേ. ഖാലി എന്ന് പറയുമ്പോൾ അത് തീരുമാനമെടുക്കുന്ന ആളാണ്. ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ വല്ല കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു ഒത്തുതീർപ്പ് നടത്തേണ്ട ആൾ, അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ആൾ. എന്നാൽ നിർവഹിച്ചു എന്നുള്ള അർത്ഥം അതിനുണ്ട്. ഖളാ, നിർവഹിച്ചു. സാധാരണഗതിയിൽ ഖളാ വീട്ടുക എന്നുള്ളൊരു പദപ്രയോഗമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ സമയത്ത് നിർവഹിക്കാതെ പിന്നീട് നിർവഹിക്കുന്നതിന് ഖളാ വീട്ടി എന്ന് പറയും. ശരിക്ക് അങ്ങനെയുള്ളൊരു അർത്ഥം അതിന് ശരിക്ക് പറഞ്ഞാലില്ല. അതിൻ്റെ അർത്ഥം നിർവഹിച്ചു എന്നാണ്, നിർവഹിച്ചു. അപ്പോൾ ഖുളിയ എന്നാവുമ്പോൾ നിർവഹിക്കപ്പെട്ടു എന്നർത്ഥം വരും. മജ്ഹൂൽ രൂപമാണ്. ഖളാ നിർവഹിച്ചു, ഖുളിയ നിർവഹിക്കപ്പെട്ടു. ഖുളിയത്ത് എന്ന അവസാനത്തിലൊരു സ്ത്രീലിംഗത്തിൻ്റെ താ ചേർക്കാനുള്ള കാരണം അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ഇവിടെ സ്വലാത്തിനെ കുറിച്ചാണ്, ഖുളിയത്തി സ്വലാത്തു എന്നാണ്. നിസ്കാരത്തെക്കുറിച്ച് പറയായതുകൊണ്ട് ഖുളിയ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു ത് എന്ന് ചേർത്തു, സ്ത്രീലിംഗത്തിൻ്റെ താവ് തേനീസ്. അപ്പോൾ ഖുളിയത്ത് എന്നാവും. ഖുളിയത്ത് സുക്കൂനുള്ള താ ആണ്. അപ്പോൾ ഖുളിയത്ത് നിർവഹിക്കപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ ഇദാ എന്നുണ്ട്. ഇദാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാൽ. ചെറിയ സൂറത്തിലെ നമ്മൾ പഠിച്ചതാണ്. ഇദാ ജാ നസ്റുല്ലാഹി, ഇദാ ജാ വന്നാൽ. ഇദാ ഖുളിയത്ത് നിർവഹിക്കപ്പെട്ടാൽ. അതിൻ്റെ തുടക്കത്തിൽ ഒരു ഫാ ഉണ്ട്. ആ ഫാ ഇസ്തിനാഫിയുടെ ഫാ എന്നാണ് പറയുക. പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ള അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ എന്നിട്ട് എന്നൊക്കെ കൊടുക്കാം. ഫ ഇദാ ഖുളിയത്ത്, എന്നിട്ട് നിർവഹിക്കപ്പെട്ടാൽ. എന്ത്? അസ്വലാത്തു, നിസ്കാരം. എന്നിട്ട് നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് ജുമുഅക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ്. ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം. നിങ്ങൾ ആ വിളി കേട്ടാൽ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ഫന്തശിറു ഫിൽ അർദ്. ഫന്തശിറു, ഇൻതശറ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു, പരന്നു എന്നൊക്കെയാണ്. അതിൻ്റെ കൽപ്പനക്രിയയാണ് ഇൻതശിർ, നീ വ്യാപിക്ക്, നീ പരക്ക്. കുറേ ആളുകളോട് പറയുമ്പോൾ ഇൻതശിറൂ, നിങ്ങൾ വ്യാപിക്കുവീൻ, നിങ്ങൾ പരക്കുവീൻ. ഫൻതശിറൂ, ആ ഫാ ഉൽ വാഖിയ എന്നാണ് പറയാം. കാരണം ഇദാ എന്നുള്ളത് ഒരു ഷർത്തിൻ്റെ പദമായിട്ടാണ് അവിടെ വന്നത്, നിബന്ധനക്ക്. അങ്ങനെ ചെയ്താൽ, ആ നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ എന്താണ്? ഫൻതശിറൂ, അങ്ങനെ നിർവഹിക്കപ്പെട്ടാൽ ഫൻതശിറൂ, അപ്പോൾ നിങ്ങൾ വ്യാപിക്കുവീൻ, പരക്കുവീൻ. അപ്പോൾ ആ ഫാഇനെ അതിൻ്റെ ഒരു ജവാബായിട്ട്, നേരത്തെ പറഞ്ഞ ആ ഒരു നിബന്ധനയുടെ ഷർത്തിൻ്റെ ജവാബായിട്ട് പറയുമ്പോൾ ഫാ ഉൽ വാഖിയ എന്നാണ് പറയാം. ഫൻതശിറു, എന്നാൽ നിങ്ങൾ വ്യാപിക്കുവീൻ. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ വ്യാപിക്കുവീൻ. എവിടെ? ഫിൽ അർദി. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫിൽ അർദി, ഭൂമിയിൽ. അർദ് ഭൂമി. ഫിൽ അർദി, ഭൂമിയിൽ. വബ്തഗൂ, ഇബ്തഗ എന്ന് പറഞ്ഞാൽ തേടി, അല്ലെങ്കിൽ അന്വേഷിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ കൽപ്പനക്രിയയാണ് ഇബ്തഗി, നീ തേട്, നീ അന്വേഷിക്ക്. കുറേ പേരോട് പറയുമ്പോൾ ഇബ്തഗൂ, നിങ്ങൾ തേടുവീൻ, നിങ്ങൾ അന്വേഷിക്കുവീൻ.
അതിൻ്റെ മുമ്പിൽ ഒരു വാവുണ്ട്, അത് അത്ഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വബ് തഗൂ, നിങ്ങൾ തേടുകയും ചെയ്യുവീൻ. അവിടെ ഒരു എന്ന് വരാൻ വേണ്ടിയിട്ടാണ് വാവ്. നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുവീൻ. മിൻ ഫദ്ലില്ലാഹി, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഫദ്ല് അനുഗ്രഹം, ശ്രേഷ്ഠത, എനിക്കർത്ഥമുണ്ട്. മിൻ ഫദ്ലി അനുഗ്രഹത്തിൽ നിന്ന്. ആരുടെ അനുഗ്രഹത്തിൽ നിന്ന്? മിൻ ഫദ്ലില്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്. വദ്കുറു, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചു. ഉദ്കുർ കൽപ്പനക്രിയ, നീ ഓർമ്മിക്ക്. അത് കുറേ പേരോട് പറയുമ്പോൾ ഉദ്കുറൂ, നിങ്ങൾ ഓർമ്മിക്കുവീൻ. അതിൻ്റെയും തുടക്കത്തിൽ വാവുണ്ട്, അതും അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. വദ്കുറൂ, നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവീൻ. ആരെ? അള്ളാഹ, അള്ളാഹുവിനെ. വദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുവീൻ, ഓർമ്മിക്കുകയും ചെയ്യുവീൻ. കസീറൻ, ധാരാളമായി. ലഅല്ലക്കും, നിങ്ങൾ ആയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആകുവാൻ. ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം. കും, നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആയേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആയേക്കാം. എന്തായേക്കാം? തുഫ്ലിഹൂൻ, അഫ്ലഹ വിജയിച്ചു. യുഫ്ലിഹു, അവൻ വിജയിക്കും, അവൻ വിജയിക്കുന്നു. തുഫ്ലിഹു, നീ വിജയിക്കും, നീ വിജയിക്കുന്നു. തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നു. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുവാൻ. ഇനി നമുക്ക് ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. ഫഇസാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വസ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുവീൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുവീൻ, അല്ലെങ്കിൽ തേടുകയും ചെയ്യുവീൻ. അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം, നിങ്ങൾ വിജയിച്ചേക്കാം. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ. അവിടെ വിളിക്കുക എന്നുള്ളൊരു പദമാണ് അള്ളാഹു ഉപയോഗിച്ചതില്ലേ കഴിഞ്ഞ ആയത്തിൽ. ശരിക്കും നമ്മൾ ബാങ്കിന് എന്താ പറയുക? അദാൻ എന്നാണ് പറയുക. സൂറത്ത് തൗബയുടെ 3-ാമത്തെ ആയത്തിൽ ആ പദം വന്നിട്ടുണ്ട്. പക്ഷേ ബാങ്കിനെ സൂചിപ്പിക്കാൻ, നിസ്കാരത്തിനുള്ള വിളിയെ സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്നത് നിദാ, അല്ലെങ്കിൽ നൂദിയ ലിസ്വലാത്തി, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ. നിദാ എന്നുള്ള പദം, അല്ലെങ്കിൽ നൂദിയ എന്നുള്ള ആ രൂപത്തിലാണ് പദപ്രയോഗം. എന്താണ് ഈ അദാനും നിദാവും തമ്മിലുള്ള വ്യത്യാസം? അദാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിളംബരം ചെയ്യുക, അല്ലെങ്കിൽ അറിയിപ്പ് നൽകുക എന്നൊക്കെയാണ്. പക്ഷേ അള്ളാഹു ഖുർആനിൽ ബാങ്കിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നൂദിയ എന്നാണ് ഉപയോഗിച്ചത്. നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, അതായത് നമ്മളെ വിളിക്കുകയാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ അറിയിപ്പ് എന്നല്ല. നമ്മൾ സാധാരണ അദാൻ എന്ന് പറയും ബാങ്കിന്. ശരിക്ക് ബാങ്ക് ഒരു അദാൻ അല്ല, ഒരു അറിയിപ്പല്ല, ഒരു വിളംബരം അല്ല. അത് ശരിക്കും നമ്മളെ വിളിക്കുകയാണ്, നിദാ ആണ്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണത്, അല്ലാതെ വെറുതെ ഒരു അറിയിപ്പല്ല. എന്താണ് ഈ അറിയിപ്പും വിളിക്കലും തമ്മിലുള്ള വ്യത്യാസം? അറിയിപ്പ് എന്ന് പറഞ്ഞാൽ, അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. നമ്മുടെ നാട്ടും പുറത്തു കൂടെ ഇഷ്ടംപോലെ അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ട് അല്ലേ? എത്ര അറിയിപ്പുകളാണ് പോകുന്നത്. മൈക്കിലും മറ്റൊക്കെ ആയിട്ട് പല പല അറിയിപ്പുകളും നമ്മൾ കേൾക്കാറുണ്ട്. ആരെങ്കിലും ആ അറിയിപ്പ് കേട്ടിട്ട് അതിന് അത്ര അധികം ഗൗരവം കൊടുക്കാറുണ്ടോ? അത് ഒരു അനൗൺസ്മെൻറ്റ്, അത് നമ്മൾ കേൾക്കും, നമുക്ക് താല്പര്യമുള്ളതാണെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ നമ്മളത് വെറുതെ വിടും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ ഒരാൾക്കൊരു അറിയിപ്പ് നൽകുന്നതും ഒരാളെ വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു കാര്യം അറിയിച്ചു, പ്രഖ്യാപിച്ചു, അതെല്ലാവരും കേൾക്കും, അത്രയേ ഉള്ളൂ. അതേസമയത്ത് ആ കൂട്ടത്തിൽ നമ്മൾ ഒരാളെ വിളിച്ചാലോ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാലോ, അപ്പോൾ അയാൾ വരണം. കാരണം അയാളെ നമ്മൾ വിളിച്ചിരിക്കുകയാണ്, അപ്പോൾ അയാൾ വരണം. അപ്പോൾ വിളിക്കുമ്പോൾ അതിന് ഉത്തരം നൽകൽ നിർബന്ധമാണ്. അതേസമയത്ത് അറിയിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിവരം അറിയിക്കൽ മാത്രമാണ്. ഇവിടെ അള്ളാഹു നമ്മളെ ഒരു കാര്യം അറിയിക്കല്ല, നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കല്ല ചെയ്യുന്നത്. നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇദാ നൂദിയ ലിസ്വലാത്തി, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ആ ബാങ്കിൻ്റെ ഓരോ ലഫ്ലുകളും, അതിലെ ഓരോ കാര്യങ്ങളും അത് ശരിക്ക് നമ്മളെ വിളിക്കലാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു അറിയിപ്പല്ല. അള്ളാഹു ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ആ ബാങ്കിലൂടെ നമ്മളോട് പറയുന്നത്? നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും
അത് നമ്മളെ ഉണർത്തുകയാണ്. എന്താണ് ഉണർത്തുന്നത് അറിയോ? നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തേക്കാൾ ഏറ്റവും വലുത് അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അത് നിർത്തിവെച്ച് നിങ്ങൾ പള്ളിയിലേക്ക് വരൂ, നിങ്ങൾ നിസ്കരിക്കൂ, ഇതാണത്. അപ്പോൾ അവിടെ ശരിക്ക് ആ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഇതിനേക്കാൾ വലിയവൻ അല്ലെങ്കിൽ അള്ളാഹു ഏറ്റവും വലിയവൻ എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല, നമ്മളതിന് ജവാബ് കൊടുക്കുന്നുണ്ട് അല്ലേ? ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതുപോലെ നമ്മളും ആവർത്തിച്ച് അതിന് ജവാബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അക്ബർ, ഞാൻ ഈ ചെയ്യുന്ന ഈ കാര്യത്തേക്കാൾ എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവിലേക്കുള്ള ആ വിളിയാണ്, അല്ലെങ്കിൽ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്, ഞാൻ അങ്ങോട്ട് പോകേണ്ടവനാണ്, ഞാൻ പോയേ പറ്റൂ. ഇത് നമ്മൾ ആ അള്ളാഹു അക്ബർ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്, ഇത് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്, ഞാൻ അത് അനുസരിക്കും എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കലാണത്. അതാണ് സാക്ഷ്യപ്പെടുത്തൽ. അപ്പോൾ അവിടെയും നമ്മൾ പോവാൻ നിർബന്ധിതരാണ്, നമ്മൾ എന്തായാലും പോവണം. ഇനി അതിനുശേഷം ഹയ്യാല സ്വല എന്ന് പറയുമ്പോൾ അത് തികച്ചും യാതൊരു മറയുമില്ലാതെ നമ്മളെ വിളിക്കുകയാണ്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യാലുൽ ഫലാഹ് എന്ന് പറയുമ്പോഴോ വിജയത്തിലേക്ക് വരൂ. അപ്പോൾ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് കഴിഞ്ഞിട്ട് വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ആ നിസ്കാരവും വിജയവും ഒന്ന് തന്നെയാണ്. നിസ്കരിക്കുന്നവനാണ് വിജയം ഉണ്ടാവുള്ളൂ. ഇനി അവിടെ ആ ഫലാഹ് എന്നുള്ള പദം പോലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫലഹ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ്, കീറി പിളർത്തി എന്നൊക്കെയാണ്. ഫലാഹ് എന്ന് പറയുമ്പോൾ കർഷകൻ, ആ ശരിക്കും ആ പേര് തന്നെ വരാൻ കാരണം ഭൂമിയെ പിളർത്തിക്കൊണ്ട് അതിൽ വിത്ത് വെച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് ഫലം കൊയ്തെടുക്കുന്നവനാണ്. ശരിക്ക് അത് തന്നെയാണ് ഒരു സത്യവിശ്വാസിയുടെയും വിജയം. നമ്മൾ ഓരോ നിസ്കാരത്തിലും ഓരോ വിത്ത് വിതക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രതിഫലം പിന്നീട് ലഭിക്കാൻ വേണ്ടി ഓരോ വിത്ത് വിതക്കുകയാണ്. അതിൻ്റെ പ്രതിഫലം പിന്നെയാണ് നമ്മൾ കൊയ്തെടുക്കുക. അപ്പോൾ ഓരോ നിസ്കാരത്തിലൂടെയും നമ്മൾ ഓരോ വിത്ത് വിതക്കുന്നുണ്ട്. അപ്പോൾ ശരിക്ക് നമ്മളവിടെ ഒരു ഫലാഹാണ്. അതുകൊണ്ട് ആ ഒരു ഫലാഹിലേക്ക്, വിജയത്തിലേക്ക് നമ്മൾ വിളിക്കുക എന്ന് പറയുമ്പോൾ നമ്മളവിടെ വിത്ത് ഇട്ട് അതിൽ നിന്ന് ഫലം എടുക്കുന്ന ഒരു കർഷകനെ പോലെ നമ്മൾ നിസ്കാരത്തിലൂടെ ഓരോ വിത്തിട്ടിട്ട് അതിൻ്റെ ഫലം പിന്നീട് കൊയ്തെടുക്കാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ്. അങ്ങനെയാണ് ഹയ്യാലുൽ ഫലാഹ്, നിങ്ങൾ ആ ഒരു വിജയത്തിലേക്ക് വരൂ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഓരോ ആ ബാങ്കിൻ്റെ ഓരോ പദങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മളെ ആ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അത് കേൾക്കുന്ന ആളുകൾ അതിന് ഉത്തരം നൽകേണ്ടതുണ്ട്. വെറുതെ ഒരു അറിയിപ്പല്ല, നമ്മളെ ക്ഷണിക്കുകയാണ്, നമ്മളെ വിളിക്കുകയാണ്. ശരി, അതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ മനസ്സിലാക്കിയത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫൈദാ ഖുളിയത്തി സ്വലാത്തു, അങ്ങനെ നിങ്ങൾ പള്ളിയിലേക്ക് പോയി, വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് പോയി, അങ്ങനെ ആ ഒരു നിസ്കാരം, ജുമഅ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിന് സ്വലാത്ത് എന്നാണല്ലോ പദം ഉപയോഗിച്ചത്. സ്വല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു എന്നും അർത്ഥമുണ്ട്, തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ചു എന്നും അർത്ഥമുണ്ട്. സ്വല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ ഒരേ പദത്തിന് ആ രണ്ട് അർത്ഥങ്ങൾ വരുമ്പോൾ ആ രണ്ടും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? തീയിലിട്ട് ചുട്ടുപഴുപ്പിക്കുക, നിസ്കരിക്കുക. ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. തീയിലിട്ട് ഒരു ഇരുമ്പ് പോലും, വളരെയധികം കാഠിന്യമുള്ള ഇരുമ്പ് പോലും തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ചാൽ പിന്നെ അത് കുറച്ച് മാർദ്ദവമുള്ളതായിട്ട് മാറും. നമുക്കറിയാം, കത്തി പോലെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഇരുമ്പ് തീയിലിട്ട് ചുട്ടുപഴുപ്പിക്കും. അതിനുശേഷം അതിൻ്റെ മേലെ അടിച്ചു കഴിഞ്ഞാലാണ് അത് വളക്കാനും നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് അതിൻ്റെ രൂപം മാറ്റാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. അപ്പോൾ ചുട്ട് പഴുപ്പിക്കുന്നത് അതിനെ ഒന്ന് മാർദ്ദവമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നിസ്കരിക്കുന്ന ആൾ ആ നിസ്കാരം കഴിയുന്നതോടുകൂടി അയാളൊരു മാർദ്ദവമുള്ള നല്ലൊരു മനുഷ്യനായിട്ട് മാറുകയാണ്. തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച ആ ഒരു ഇരുമ്പ് അല്ലെങ്കിൽ മറ്റു ലോഹങ്ങളൊക്കെ അതിൻ്റെ ഒരു കാഠിന്യം വിട്ട് ഒരു മാർദ്ദവമുള്ള അവസ്ഥയിലേക്ക് മാറുന്ന പോലെ ഏത് കഠിന ഹൃദയനായ ഒരാളും ഈ ഒരു നിസ്കരിക്കുന്നതിലൂടെ, നിസ്കാരത്തിലൂടെ നല്ലൊരു മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു നിസ്കാരം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, പിന്നെ നിങ്ങൾ ഭൂമിയിലാകെ വ്യാപിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി തിരക്കിലേക്ക് പോയിക്കൊള്ളുക.
നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ നിങ്ങൾ ജീവിതം കൊണ്ടുപോകുന്നത് അത്തരം ജോലി മേഖലയിലൊക്കെ നിങ്ങൾ പോയിക്കൊള്ളുക. ചില ആളുകൾ ഓഫീസിലേക്കായിരിക്കും, മറ്റ് ജോലി സ്ഥലത്തേക്കായിരിക്കും, സ്വന്തം വീട്ടിലേക്കായിരിക്കും, അടുക്കളയിലായിരിക്കും. നമുക്ക് നമ്മുടേതായ ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. വബ്തഗൂ മിൻ ഫദ്ലില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുക, അന്വേഷിച്ചു കൊള്ളുക. എന്താണ് ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹം? നമുക്ക് ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ, നമുക്കുള്ള റിസ്ക്, നമുക്കുള്ള അന്നം നിങ്ങൾ തേടിക്കൊള്ളുക. ഓരോരുത്തർക്കും ആവശ്യമുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾ തേടിക്കൊള്ളുക, നിങ്ങളുടെ വരുമാനത്തിനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടിക്കൊള്ളുക. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം തേടാൻ, നമുക്ക് വരുമാനമുണ്ടാക്കാനുള്ളൊരു മാർഗം കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക, കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിങ്ങൾ നേടിക്കൊള്ളുക. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വസ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം കേട്ടോ. നോക്കൂ, നിങ്ങൾ വല്ലാത്തൊരു പദപ്രയോഗമല്ലേ അത്. പള്ളിയിലേക്ക് ജുമുഅക്ക് പോവണമെന്ന് പറഞ്ഞ സമയത്ത് പറയാത്തൊരു കാര്യം നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആളോട് അള്ളാഹു പറയാണ്. പള്ളിയിൽ നിന്ന് ജുമുഅ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇടതുകാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാളോട് അള്ളാഹു പറയാണ്, വസ്കുറുല്ലാഹ കസീറ, ഇനി അള്ളാഹനെ നല്ലോണം ഓർക്കണം കേട്ടോ. കാരണം പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ അള്ളാഹുവിനെ ഓർക്കും, പള്ളിയിലെത്തിയതിന് ശേഷവും ഓർക്കും. കാരണം നിസ്കാരം തന്നെ ദിക്റാണ്, അള്ളാഹുവിനെ ഓർക്കും. അള്ളാഹുവിനെ നമ്മുടെ മനസ്സിൽ നിറച്ചിട്ടാണ് നമ്മൾ ആ നിസ്കരിക്കലും ആ പള്ളിയിലിരിക്കലൊക്കെ. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത്, നമ്മൾ നമ്മളുടേതായ ജോലി സ്ഥലത്തേക്ക് വ്യാപിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നു പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് അള്ളാഹു അവിടെ തന്നെയാണ് ഓർമ്മിപ്പിച്ചത്, ഇനി അള്ളാഹുവിനെ നല്ലോണം ഓർക്കണം കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ കച്ചവട സ്ഥലത്തേക്ക് പോവുകയാണ്. ആ കച്ചവടം ചെയ്യുന്ന സമയത്ത് അവിടെ ലാഭം കിട്ടണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും ചില ആളുകൾക്ക്. അപ്പോൾ അവിടെ തൽക്കാലം അള്ളാഹു അക്ബറൊക്കെ മറക്കും, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു ആണ് എന്നുള്ള കാര്യം മറക്കും. പകരം ഇവിടെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സാധനം വിറ്റ് പോകൂല, അതുകൊണ്ട് ഇല്ലാത്ത കുറച്ച് മേന്മകളൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് ചില കള്ളത്തരങ്ങൾ ചേർക്കുക, മായം ചേർക്കുക. തൂക്കി കൊടുക്കുന്ന സമയത്തൊക്കെ ആ വാങ്ങുന്ന ആൾ അറിയാതെ, കസ്റ്റമർ അറിയാതെ കുറച്ചൊക്കെ അതിൽ ചില മായങ്ങൾ ചേർക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ലാഭം കിട്ടും. ഈ രൂപത്തിൽ പലതും ചെയ്യാൻ സാധ്യതയുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ പോയാലും അവിടെയൊക്കെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. കാരണം ഒരുപാട് തെറ്റുകളിലേക്ക് പോകാനുള്ള സ്ഥലങ്ങളാണ് നിങ്ങളുടെ എല്ലാ മേഖലകളും. ഏത് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ വ്യാപിച്ചാലും, ഏത് ജോലിയിലേക്ക് പോയാലും അവിടെയൊക്കെ നിങ്ങൾ തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ എത്തുന്ന സമയത്ത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ഇത് ചെറിയൊരു വാചകമല്ല, നമ്മളുടെ ജീവിതം മൊത്തം, ജീവിതത്തിൽ മുഴുവൻ ഇതിൻ്റെ വെളിച്ചമുണ്ടാവണം. വസ്കുറുല്ലാഹ കസീറ. ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഒരു റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സിഗ്നൽ എത്തിയ സമയത്ത് സിഗ്നൽ റെഡാണ്, ചുവപ്പ് സിഗ്നലാണ്. ശരിക്കും അവിടെ നിയമപ്രകാരം നമ്മളവിടെ വണ്ടി നിർത്തിയിടണം. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ വണ്ടികളൊന്നും വരുന്നില്ല, പോലീസുകാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുക വേറെ വണ്ടികളൊന്നുമില്ല, ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കില്ല എന്നങ്ങ് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് തെറ്റാണോ ശരിയാണോ? വദ്കുറുല്ലാഹ കസീറ എന്ന് മനസ്സിലുള്ള ഒരാൾ അവിടെ വണ്ടി എടുക്കൂല. കാരണം അദ്ദേഹം മനസ്സിലാക്കും, എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഈ രാജ്യം എനിക്ക് അനുവദിച്ച് തരുന്ന സമയത്ത് ഞാൻ ആ അതോറിറ്റിയുമായിട്ട്, അതിൻ്റെ ആ ഒരു ഘടകവുമായിട്ട്, അധികൃതരുമായിട്ട് ഞാൻ ഉണ്ടാക്കിയ കരാർ, റോഡിൻ്റെ നിയമങ്ങളെല്ലാം ഞാൻ പാലിക്കും എന്നൊരുറപ്പ്, ഒരു കരാർ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസുകാരില്ലെങ്കിലും മറ്റു വാഹനങ്ങളൊന്നും ഇല്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന എനിക്ക് റെഡ് എന്നുള്ള അല്ലെങ്കിൽ ചുവപ്പ് സിഗ്നൽ കണ്ടാൽ നിർത്തിയിടാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ നിയമം പാലിക്കാൻ ഞാൻ തയ്യാറാവണം. അത് ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഈ രാജ്യത്തുള്ള നിയമം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ആ നിയമം ലംഘിക്കുമ്പോൾ നമ്മൾ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുകയാണ്. വദ്കുറുല്ലാഹ കസീർ, അള്ളാഹുവിനെ ഓർക്കണം. ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു ആ കരാർ പാലനം അംഗീകരിക്കുന്നില്ല.
ഇവിടെയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലുടനീളം വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. അതല്ലാതെ നമ്മളെല്ലാ സ്ഥലത്തുകൂടെയും കുറേ ദിക്റുകൾ ചൊല്ലി ഇങ്ങനെ നടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ദിക്റുകൾ ചെല്ലാം, അതിന് കൂലിയുണ്ട്. പക്ഷേ ഏത് മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഇതിന് ഞാൻ മറുപടി പറയേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി സത്യസന്ധമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിനെ സദാ ഓർക്കുക, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നിങ്ങൾ ജീവിക്കുക എന്നാണ് വദ്കുറുല്ലാഹ കസീറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ആളുകൾ എന്താ പറയുക, അങ്ങനെയൊക്കെ ഇപ്പോൾ നോക്കിയിട്ട് ഹലാലും ഹറാമൊക്കെ ഇപ്പോൾ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇതാണ് സാധാരണ പറയാം. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, പിന്നെ ഇപ്പോൾ ഞാനായിട്ട് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് എന്താ കാര്യം, ഇങ്ങനെയാണ് പലപ്പോഴും പറയാം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എല്ലാവരും എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനായിരിക്കും എൻ്റെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക, അവരല്ല. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് ഞാനായിരിക്കും എൻ്റെ കാര്യങ്ങൾക്ക് നാളെ മറുപടി പറയേണ്ടി വരിക അള്ളാഹുവിൻ്റെ മുമ്പിൽ. ഈ ബോധമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, സ്വലാത്ത് അത് എല്ലാ തരത്തിലും വിജയമാണ്. നിസ്കാരം ഈ ലോകത്തും വിജയിക്കും, പരലോകത്തും വിജയിക്കും. കാരണം നിസ്കാരത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ. എല്ലാവിധ മ്ലേച്ഛമായ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിസ്കാരം ഒരു മനുഷ്യനെ തടയും. അപ്പോൾ അങ്ങനെ തടയുമ്പോൾ അവൻ ഈ ലോകത്ത് തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്, പരലോകത്തും അത് വിജയിക്കാൻ കാരണമാവുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും വിജയം കിട്ടുന്ന ഒന്നാണ് നിസ്കാരം. അവിടെയാണ് അള്ളാഹു പറയുന്നത് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി. എല്ലാ ആളുകളും ഇങ്ങനെ ചെയ്താൽ വിജയിക്കും എന്നില്ല. കാരണം അവരുടെ തഖ്വ അനുസരിച്ച് എന്തിനാണ് അവർ നിസ്കരിച്ചത്, എന്തിനാണ് അവർ ആ തരത്തിൽ ഇബാദത്തുകൾ ചെയ്തത്? മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ആ ഒരു പള്ളിക്കമ്മിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതൊക്കെ പടച്ചവനും അവർക്കും തമ്മിലേ അറിയുള്ളൂ. അതുകൊണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് പറയാൻ കാരണം തഖ്വ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയാണ് അത് ചെയ്തതെങ്കിൽ അവരെന്തായാലും വിജയിക്കും, അല്ലാത്ത ആളുകൾക്ക് വിജയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യത്ത് ശരിയാവണം. എന്ത് ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുക എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ, എല്ലാ തരത്തിലും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ, ആ ജീവിതമാണ് ശരിക്ക് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ. പരിശുദ്ധ ഖുർആനിൻ്റെ ജീവിക്കുന്ന പരിഭാഷകളായി മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ള ആളുകൾ നമ്മൾ കൊടുക്കുന്ന ഖുർആനിൻ്റെ തർജ്ജമ നോക്കി പഠിക്കുന്നതിന് മുമ്പ് അവരാദ്യം പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ടാണ്. നമ്മളുടെ ജീവിതം അവർ കാണുമ്പോൾ, ഓ ഇതാണ് ഇവരുടെ ജീവിതം, ഇവരുടെ ഖുർആൻ അനുസരിച്ചാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും നല്ല ആളുകളാവാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഇവരുടെ സ്വഭാവം ഇത്രയും നല്ലതായത് എന്ന് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പരിഭാഷകൾ വിതരണം ചെയ്യുകയാണ്. ജീവിതം കൊണ്ട് പരിഭാഷകൾ വിതരണം ചെയ്യുന്നു. ആ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഖുർആൻ വായിക്കുന്ന ഒരു പ്രതീതി അവർക്ക് കിട്ടുന്നു. എന്താണ് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് ഖുർആനിൻ്റെ മഹത്വം എന്നവർക്ക് മനസ്സിലാവുന്നു. മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നതിനേക്കാൾ വിനയത്തോടും ഏറ്റവും നല്ല സ്വഭാവത്തിലും നമ്മൾ സംസാരിക്കുന്നു. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എല്ലാറ്റിലും ഇത് ഖുർആനിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം വെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ റബ്ബിനെ പേടിച്ചിട്ടാണെങ്കിൽ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുക ഇവരുടെ ഖുർആനിൽ ഇങ്ങനെയാണുള്ളത്. ആ രൂപത്തിലാണ് നമ്മൾ ഖുർആനിൻ്റെ പരിഭാഷകൾ മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് ആദ്യമായി കൊടുക്കേണ്ടത്. അപ്പോഴാണ് അവർക്ക് എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശരിക്കുള്ള ഒരു എഴുതിയ പരിഭാഷ തരൂ എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ടത്. ആദ്യം കൊടുക്കേണ്ട പരിഭാഷ സ്വന്തം ജീവിതമാകുന്ന പരിഭാഷയാണ്. നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു, താഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഫന്തശിറു, അവിടെ നൂനിനെ വെളിവാക്കാൻ പാടില്ല. ഫിൽ അർദി വബ്തഗു, ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം. ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, ഖുതുബ്, ജദ്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും എടുത്തു പറയണം, തൊട്ട് വെച്ച് പോയാൽ പോരാ. അപ്പോൾ അവിടെ ബ് എന്നുള്ളത് വെളിവാക്കി പറയണം. വബ്തഗു മിൻ ഫദ്ലില്ല, ഫാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിൻ ഫദ്ലില്ല. വദ്കുറുല്ലാഹ, അവിടെ ശരിക്ക് വാവ് കഴിഞ്ഞിട്ട് ഒരു ഹംസത്തു വസ്ലുണ്ട്.
പക്ഷെ അത് ഉച്ചരിക്കൂല. ഹംസത്ത് വസ്ലിന് മുമ്പ് ഏതെങ്കിലും അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹംസത്ത് വസ്ൽ ഉച്ചരിക്കൂല. അപ്പോൾ നേരെ വാവ് കഴിഞ്ഞിട്ട് ദാലാണ് പറയുക. വസ്കുറുല്ലാഹ കസീറൻ. കസീറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്. ആ തൻവീന് കഴിഞ്ഞാൽ പിന്നെ ലാമാണ്. ലഅല്ലക്കും എന്നുള്ളതിൽ ലാമ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ കസീറ എന്ന് പറഞ്ഞിട്ട് ലാമിന് ഷദ്ദുള്ള രൂപത്തിൽ പറയാം, കസീറൻ ലഅല്ലക്കും. അതുകൊണ്ടാണ് അവിടെ ലാമിന് ഷദ്ദിട്ട് കൊടുത്തത്. അല്ലാതെ വെറുതെ എഴുതുമ്പോൾ ലഅല്ലക്കും എന്നുള്ളതിൽ ആദ്യത്തെ ലാമിന് ഷദ്ദൊന്നും ഉണ്ടാവില്ല. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള ഹൂ എന്നുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വസ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഗ്രാമർ ഫ ഇസ്തിനാഫിയുടെ ഫ ആണ്. ഇദാ എന്നുള്ളത് ഒരു സമയത്തെ അല്ലെങ്കിൽ ഒരു കാലത്തെ കുറിക്കുന്ന പദമാണ്. അതുകൊണ്ട് ലർഫ് സമാൻ എന്നാണ് അതിന് പറയാം. ലർഫ് മക്കാൻ ഉണ്ട്, ഒരു സ്ഥാനത്ത് ഒരു സ്ഥലത്തെ കുറിക്കുന്നതാണെങ്കിൽ ലർഫ് മക്കാൻ എന്ന് പറയും. ഇത് ലർഫ് സമാൻ. ഖുദിയത്തിസ് സ്വലാത്തു. ഖുദിയ എന്ന് പറഞ്ഞാൽ നിർവഹിക്കപ്പെട്ടു. എന്ത് നിർവഹിക്കപ്പെട്ടു? അസ്വലാത്ത്, നിസ്കാരം. അപ്പോൾ അവിടെ ആ നിസ്കാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരം എന്നുള്ളത് സ്ത്രീലിംഗ് ആയതുകൊണ്ട് ഖുദിയ എന്ന് ഉപയോഗിക്കാതെ ഖുദിയത്ത് അത് സ്ത്രീലിംഗാക്കി. ഇനി ഖുദിയ എന്നുള്ളത് അല്ലെങ്കിൽ ഖുദിയത്ത് എന്നുള്ളത് മജ്ഹൂൽ രൂപമാണ്. മജ്ഹൂൽ രൂപത്തിൻ്റെ പ്രത്യേകത അവിടെ അത് ചെയ്യുന്ന ആളെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും അവിടെ നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ന് പറയേണ്ട സ്ഥാനത്ത് നിങ്ങൾ എന്ന് പറയാതെ നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞു. അവിടെ ആ സത്യവിശ്വാസികളെ പറ്റിയാണത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നതിന് പകരമാണ് നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്ക് നിങ്ങൾ നിസ്കാരം നിർവഹിച്ചാൽ എന്ന് പറയുമ്പോൾ നിസ്കാരം എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ് ശരിക്കും അവിടെ. പക്ഷേ മജ്ഹൂൽ രൂപത്തിൽ പറയുമ്പോൾ അവിടെ ഫായിലിനെ പറയില്ലല്ലോ, ആരാണ് ചെയ്തതെന്ന് പറയില്ല. അപ്പോൾ ആ ഒരു ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് മഫ്ഊലുൻ ബിഹി അങ്ങോട്ട് കയറ്റിയിരുത്തും. സ്വലാത്ത് ശരിക്കും അവിടെ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തായിരുന്നു ആദ്യം. എന്നാൽ മജ്ഹൂൽ രൂപത്തിലേക്ക് അതിനെ മാറ്റിയപ്പോൾ അവിടെ ഫായിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഫായിലിനെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തുണ്ടായിരുന്ന സ്വലാത്തിനെ അങ്ങോട്ട് കയറ്റിയിരുത്തി. അപ്പോൾ സ്വലാത്ത് എന്തായി? സ്വലാത്ത് ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നു. അതിനെ നായിബ് ഫായിൽ എന്നാണ് പറയാം. അപ്പോൾ ഫായിലിൻ്റെ അതേ നിയമമാണ് ഉണ്ടാവുക, അതിന് റഫ് കിട്ടിയ രൂപ. അതുകൊണ്ടാണ് സ്വലാത്തു എന്നെഴുതിയത്. മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ സ്വലാത്ത എന്ന് പറയണമായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് നായിബ് ഫായിലാണ്, അതുകൊണ്ട് റഫ് കിട്ടിയ രൂപമാണ് വേണ്ടത്, സ്വലാത്തു. ഫന്തശിറു, അവിടെ ഇദാ എന്ന് തുടക്കത്തിലുണ്ട്. ഇദാ ഖുദിയത്തി സ്വലാത്തു, നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ. പെട്ടാൽ എന്ത്? അപ്പോൾ അതിനൊരു മറുപടി പറയാണ്, അതിന് ജവാബ് പറയാണ്. ആ ജവാബ് തുടങ്ങുന്ന സ്ഥാനത്ത് ഒരു ഫാ കൊടുത്താൽ അതിന് ഫാ ഉൽ വാഖിയ എന്നാണ് പറയാം, അതിൻ്റെ ജവാബിൻ്റെ സ്ഥാനത്തുള്ള ഫാ. അങ്ങനെ നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ എന്നാൽ നിങ്ങളിങ്ങനെ ചെയ്യൂ എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫ ആണത്. ഇൻതഷിറു എന്നുള്ളത് കൽപ്പനക്രിയയാണ്, അമ്രാണ്, നമ്മൾ പറഞ്ഞു. ഫിൽ അർദി, ഫി എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് ഇവിടെ അർദു എന്നുള്ളതിന് പകരം അർദി എന്ന് അവസാനത്തിൽ കെസറിടാനുള്ള കാരണം ഫീ വന്നതുകൊണ്ടാണ്. വബ്തഗൂ, അവിടെ ഇൻതഷിറു എന്ന് വന്നില്ലേ, ആ ഇൻതഷിറു എന്ന് വന്ന അതിലേക്ക് തന്നെ ചേർത്തുകൊണ്ടാണ് വബ്തഗൂ, നിങ്ങൾ തേടുകയും ചെയ്യുവീൻ. ഇൻതഷിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാപിക്കുവീൻ. ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുവീൻ. എന്നിട്ട് എന്ത് ചെയ്യണം? വബ്തഗൂ, നിങ്ങൾ തേടുകയും ചെയ്യുവീൻ. അപ്പോൾ ഇൻതഷിറു എന്നുള്ളതിനോട് ചേർത്തിട്ടാണ് ഇബ്തഗൂ എന്ന് വന്നത്. അതുകൊണ്ട് ഇതിനെ മഅത്തൂഫ് എന്ന് പറയും. അതിലേക്ക് ഇതിനെ ചേർത്തു എന്നുള്ള അർത്ഥത്തിൽ മഅത്തൂഫ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെയാണ് വദ്കുറൂ, അതും ഇതിലേക്ക് ചേർത്ത് തന്നെയാണ്. അപ്പോൾ അതും മഅത്തൂഫാണ്. അപ്പോൾ ഇബ്തഗൂ എന്നുള്ളത് ഇൻതഷിറു എന്നുള്ളതിലേക്ക് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ്. അതേപോലെ ഉസ്കുറൂ, ആ ഉസ്കുറൂ എന്നുള്ളതും മഅത്തൂഫാണ്. അത് ഒന്നുകിൽ ഇബ്തഗൂ എന്നുള്ളതിലേക്ക് മഅത്തൂഫാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻതഷിറു എന്നുള്ളതിലേക്ക് മഅത്തൂഫാണെന്ന് പറയാം. മിൻ ഫദ്ലി, മിൻ ഫദ്ലി എന്ന് എടുത്തു കഴിഞ്ഞാൽ മിൻ ഹർഫ് ജറാണ്. ഫദ്ല് എന്നുള്ളതിന് ഫദ്ലി എന്ന് കിട്ടാനുള്ള കാരണം മിൻ വന്നതുകൊണ്ടാണ്. മിൻ ഹർഫ് ജറാണ്, അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ. അപ്പോൾ ഫദ്ലു എന്നെഴുതിയില്ല, ഫദ്ലി എന്നാക്കി. ഇനി അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ വേണ്ടി ഫദ്ലുല്ലാഹി എന്ന് പറഞ്ഞാൽ മതി. ഫദ്ലുല്ലാഹി, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അപ്പോൾ ആ ഫദ്ല് എന്നുള്ളതിനെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ എന്നൊക്കെ പറയാൻ വേണ്ടി ഇൻ്റെ ഉഡേ എന്നുള്ള രൂപത്തിലൊക്കെ അർത്ഥം വരുമ്പോഴാണ് ഈ മുലാഫിനിലേഹി വരിക. അപ്പോൾ ഇവിടെ ഏതിലേക്കാണോ ചേർത്തത് അതിനെയാണ് മുലാഫിനിലേഹി എന്ന് പറയാം. അപ്പോൾ ഇവിടെ അള്ളാഹു എന്നുള്ള പദം മുലാഫിനിലേഹിയാണ്.
മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹി അവസാനത്തിൽ കസറിട്ടത്. ഇനി ഫദ്ലുല്ലാഹി എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വരുമ്പോൾ ഫദ്ലു എന്നുള്ളത് ഫദ്ലി എന്നായി മിൻ വന്നതുകൊണ്ട് മിൻ ഫദ്ലി എന്ന് എഴുതുമ്പോൾ പിന്നെ അള്ളാഹ് എന്നുള്ള ഉച്ചാരണത്തിന് പകരം ലാ എന്നുള്ള ഉച്ചാരണവും മിൻ ഫദ്ലില്ലാഹി. കാരണം അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കസറുള്ള അക്ഷരം വന്നാൽ ആ അള്ളാഹ് എന്നുള്ള ഉച്ചാരണത്തിന് പകരം ലാ എന്നുള്ള ഉച്ചാരണം വരും. അപ്പോൾ മിൻ ഫദ്ലില്ലാഹി എന്ന് പറയില്ല, മിൻ ഫദ്ലില്ലാഹി എന്നാണ് പറയാം. വദ്കുറു നമ്മൾ പറഞ്ഞു, വദ്കുറുല്ലാഹ നിങ്ങൾ ഓർക്കുകയും ചെയ്യുവീൻ. ആരെ? അള്ളാഹ, അള്ളാഹുവിനെ. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം മഫൂലും ബിഹിയാണ്. അതുകൊണ്ടാണ് അള്ളാഹ അവസാനത്തിൽ ഫത്ത ഇട്ടത്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, അതിനാണ് ഫത്ത ഇട്ടത്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ലഅല്ല എന്നുള്ള പദം ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ട പദം എന്നാണ് പറയുക. ഇന്ന, അന്നാക്ക, എന്ന, ലാക്കിന്ന എന്നൊക്കെ പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ് ലഅല്ല എന്നുള്ളത്. അപ്പോൾ ഇന്നക്കുള്ള അതേ നിയമമാണ് ലഅല്ലക്കും വരിക. ഇന്നയുടെ നിയമം എന്തായിരുന്നു? ഇന്നക്ക് ശേഷം വരുന്ന ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മിനെ ഇന്നയുടെ ഇസ്മെന്ന് പറയും. അതിനൊരു വിവരണമായി കൊണ്ടുവരുന്നതിനെ ഇന്നയുടെ ഖബർ എന്ന് പറയും. ഇതേപോലെ തന്നെയാണ് ലഅല്ല ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിന് ലഅല്ലയുടെ ഇസ്മെന്ന് പറയും. പിന്നെ അതിനൊരു വിവരണം ഉണ്ടെങ്കിൽ അതിനെ ലഅല്ലയുടെ ഖബർ എന്ന് പറയും. ഇന്നയുടെയും ലഅല്ലയുടെയൊക്കെ ഇസ്മുകൾക്ക് നെസ്ബായിരിക്കും കിട്ടുക, അതിൻ്റെ ഖബറിന് റഫ് ആയിരിക്കും കിട്ടുക. ഇവിടെ ലഅല്ല എന്നുള്ളതിൻ്റെ ഇസ്മായി വന്നത് കും എന്നുള്ളതാണ്. ലഅല്ലക്കും എന്നുള്ളതിൽ ആ കും എന്നുള്ളതാണ് ലഅല്ലയുടെ ഇസ്മ. അതിന് നമുക്ക് നെസ്ബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. അതേപോലെ തുഫ്ലിഹൂൻ എന്നുള്ളത് ശരിക്കും അതൊരു വെർബൽ സെൻറ്റൻസ് എന്ന് പറയും. അതായത് ഒരു ക്രിയാവാചകമാണത്. ആ ക്രിയാവാചകത്തെയാണ് നമ്മളിവിടെ ലഅല്ലയുടെ ഖബറായിട്ട് പറയാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് റഫ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.